അധ്യായം 30. അഞ്ജലിയുടെ ലക്ഷ്യം. അഞ്ജലി, നീ കളിക്കാതെ കാര്യം പറയുന്നുണ്ടോ? നീലിമ ചോദിച്ചു. ഞാനെന്ത് ചെയ്യാനവരെ? ഇപ്പൊ എന്തായാലും ആ കിഴവിക്കൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ചേച്ചി പിറന്നാളിന് വന്നില്ലെങ്കിൽ ചിലപ്പോ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നിരിക്കും. അഞ്ജലി ഭീഷണി പോലെ പറഞ്ഞു. എടി, നിനക്കൊക്കെ എന്താണ് ശരിക്കും പ്രശ്നം? മുത്തശ്ശിയെ തറവാട്ടിലേക്ക് അയച്ചതല്ലേ ഞാൻ. പിന്നെ എന്തിനാ അവരെ ദ്രോഹിക്കാൻ നോക്കുന്നേ? നീലിമ ചോദിച്ചു. ദ്രോഹിക്കാനോ? ചേച്ചി എന്തീ പറയുന്നേ? ഞാനും ദ്രോഹിക്കാൻ നോക്കിയില്ല. നീ പോലും മുത്തശ്ശിയെ തിരിഞ്ഞു നോക്കിയില്ലല്ലോ. പാവം, വയസ്സായ അവര് ഒറ്റയ്ക്ക് തറവാട്ടിൽ കഴിയേണ്ടി വരും ഓർത്തപ്പോൾ എനിക്ക് സഹായിക്കണമെന്ന് തോന്നി. അതിപ്പോ കുറ്റമാണോ? അഞ്ജലി പറഞ്ഞു. അവളുടെ ശബ്ദത്തിൽ അപ്പോഴും ഭീഷണി കലർന്നിരുന്നു. നീലിമ മുത്തശ്ശിയുടെ കാര്യം ചിന്തിച്ചു. ആ പാവ സ്ത്രീയെ ഇവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയില്ല. എന്ത് ചെയ്യും ദൈവമേ? നീലിമ മനസ്സിൽ പറഞ്ഞു. ചേച്ചി പേടിക്കണ്ട, ഞാൻ പറഞ്ഞല്ലോ. പിറന്നാൾ കൂടാൻ നീ എത്തിയാ മുത്തശ്ശിക്കൊന്നും സംഭവിക്കില്ല. പിന്നെ മുത്തശ്ശി പറഞ്ഞിട്ട് കൂടിയാ ഞാനിത് പറയുന്നേ. ചേച്ചിയുടെ ഒരു വിവരവും ഇല്ലാത്തത് കൊണ്ട് മുത്തശ്ശി പേടിച്ചിരിക്കുക. വീട്ടിലേക്ക് വാ ചേച്ചി, അഞ്ജലി പറഞ്ഞു. അവൾ ഒട്ടും ആത്മാർത്ഥമായല്ലാതെ പറയുന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായിരുന്നു. നീലിമ പക്ഷെ അത് കണ്ട പാവം കാണിച്ചില്ല. ആ പാവം സ്ത്രീ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? അവരെയെങ്കിലും വെറുതെ വിട്ടൂടെ? നീലിമ ചോദിച്ചു. ഞാൻ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് വട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞതാ ചേച്ചിയോട്, മര്യാദക്ക് പിറന്നാൾ കൂടാൻ വന്നാൽ അവർക്കൊന്നും സംഭവിക്കില്ലെന്ന്. ഇനി ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം, അഞ്ജലി പറഞ്ഞു. അത് കേട്ട് നീലിമ ധർമ്മസങ്കടത്തിലായി. എന്നാ ശരി, ഞാൻ പോകുവാ. ചേച്ചി വരുമെന്ന് ഞാൻ മുത്തശ്ശിയോട് പറയാം. അഞ്ജലി അത്രയും പറഞ്ഞിട്ട് അവളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. നീലിമ അശ്വിനൊപ്പം സ്കൂൾ പരിസരത്ത് തന്നെ നിന്നു. അമ്മ, അവര് മുത്തശ്ശി എന്തെങ്കിലും ചെയ്തു കാണൂ? അശ്വിൻ ചോദിച്ചു. നീലിമ അത് കേട്ട് കുഞ്ഞിനെ നോക്കി. അവൾക്കുള്ളിൽ നല്ല ഭയമുണ്ടായിരുന്നു. എങ്കിലും അശ്വിനെ ഭയപ്പെടുത്താൻ അവൾ ആഗ്രഹിച്ചില്ല. ഇല്ല മോനെ, മുത്തശ്ശിക്കൊന്നും സംഭവിക്കില്ല, പേടിക്കണ്ടാട്ടോ, നീലിമ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ പ്രിൻസിപ്പൾ അവിടേക്ക് വന്നു. അപ്പോഴേക്ക് രശ്മികയും അഞ്ജലിയും കാറിൽ കയറി പോയിരുന്നു. കുട്ടി ഓക്കെ അല്ലേ? അവരൊക്കെ അഹങ്കാരം തലക്ക് പിടിച്ചവരാണ്. പറഞ്ഞതൊന്നും കാര്യമായി എടുക്കണ്ട, പ്രിൻസിപ്പൾ പറഞ്ഞു. അത് കേട്ട നീലിമ അയാളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. അവളുടെ മനസ്സിൽ നല്ല വിഷമമുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലായി. കുഞ്ഞിനെയും എടുത്ത് നീലിമ പോകുന്നത് നോക്കി അയാൾ നിന്നു. തിരികെ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ നീലിമ ചെല്ലുമ്പോൾ വരാന്തയിൽ തന്നെ മല്ലിക ഉണ്ടായിരുന്നു. അവർ ആകെ ആകാംക്ഷയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. മോള് വന്നോ? എന്താ മോളെ, സ്കൂളിൽ എന്തുണ്ടായി? മല്ലിക അവരെ കണ്ടപാടെ ചോദിച്ചു. മല്ലിക എങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞുവെന്ന് അതിശയമായിരുന്നു നീലിമയുടെ മുഖത്ത്. അത് ശ്രദ്ധിച്ച മല്ലിക ഉടനെ പറഞ്ഞു. ഞാനെല്ലാം അറിഞ്ഞു. എന്നെ ഇപ്പൊ പ്രിൻസിപ്പൾ വിളിച്ചിരുന്നു. മോള് ആകെ വിഷമിച്ചാണ് വന്നതെന്ന് പറഞ്ഞു. മല്ലിക അശ്വിനെ എടുത്തുകൊണ്ട് പറഞ്ഞു. കുഴപ്പമില്ല മല്ലികാമ, അവരെന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ എനിക്കിതൊക്കെ ശീലമായതുകൊണ്ട് വിഷമൊന്നും വന്നില്ല. ഇപ്പൊ പേടി അതല്ല, നീലിമ പറഞ്ഞു. അവളുടെ സ്വരത്തിൽ പതർച്ച ഉണ്ടായിരുന്നു. എന്താ മോളെ, നീ കാര്യം പറ. മല്ലിക പറഞ്ഞു. എന്റെ മുത്തശ്ശിയെ പറ്റി ഞാൻ മല്ലികാമ്മയോട് പറഞ്ഞിട്ടില്ലേ? നീലിമ ചോദിച്ചു. ഉവ്വ്, പറഞ്ഞിട്ടുണ്ട്. അവര് തറവാട്ടിലേക്ക് പോയില്ലേ? മല്ലിക ചോദിച്ചു. ഇല്ലെന്നാ തോന്നുന്നേ. കൃത്യമായി എനിക്കൊന്നും അറിയില്ല. പക്ഷേ മുത്തശ്ശി അപകടത്തിലാണെന്ന് ഒരു പേടി തോന്നുന്നു, നീലിമ പറഞ്ഞു. അത് കേട്ട് മല്ലികയ്ക്കും ആകെ വിഷമമായി. നീലിമയുടെ കുടുംബത്തെക്കുറിച്ച് കുറച്ചൊക്കെ നീലിമ പറഞ്ഞിട്ട് അവർക്കറിവുണ്ട്. അവളെ ആകെ സ്നേഹിച്ചിരുന്നത് മുത്തശ്ശി മാത്രമാണെന്നും അവർക്കറിയാം. മോള് പേടിക്കാതെ, ഒന്നും സംഭവിക്കില്ല അവർക്ക്, മല്ലിക പറഞ്ഞു. ഞാനൊന്ന് കിടക്കട്ടെ മല്ലികാമേ, ആകെ ഒരു വെല്ലായ്മ പോലെ, നീലിമ അകത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. മല്ലിക തലയാട്ടി. അശ്വിൻ മല്ലികയുടെ അടുത്തു തന്നെ ഉണ്ടായിരുന്നു. അച്ചുകുട്ടാ, മോന് വിശക്കുന്നില്ലേ? മുത്തശ്ശി കഴിക്കാൻ എടുക്കട്ടെ? മല്ലിക ചോദിച്ചു. മുത്തശ്ശി, എന്റെ അമ്മയെ അവരൊക്കെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അവര് പറയുവാ ഞാൻ എന്റെ ഡാഡിയുടെ മോനല്ലെന്ന്. അല്ലേ മുത്തശ്ശി? അശ്വിൻ ചോദിച്ചു. അവന്റെ നിഷ്കളങ്കമായ മുഖം കണ്ട് മല്ലികക്കും വല്ലാത്ത സങ്കടം തോന്നി. ആ സ്ത്രീ അശ്വിനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു. അവരൊക്കെ എന്തെങ്കിലും പറയട്ടേനേ, എന്റെ അച്ഛമോൻ അതൊന്നും ഓർത്ത് വിഷമിക്കാതെ. അശ്വിനൊന്ന് മൂളി. മല്ലിക അവനെയും എടുത്ത് കിച്ചണിലേക്ക് പോയി. നീലിമ മുറിയിലെ ബെഡിൽ ചെന്ന് കിടന്നു. മുത്തശ്ശിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവൾക്ക് മനസ്സിൽ വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടു. കണ്ണുകൾ നിറയുകയും ചെയ്തു. മുത്തശ്ശി എവിടെയാണെന്നറിയാൻ അവൾക്ക് ആഗ്രഹം തോന്നി. രശ്മിക അഞ്ജലിയോടൊപ്പം വലിയൊരു വീട്ടിലേക്ക് കയറി ചെന്നു. അത് ആദിയുടെയും രശ്മികയുടെയും വീടായിരുന്നു. അച്ഛൻ ശിവദാസൻ പത്രം വായിച്ചുകൊണ്ട് വരാന്തയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അമ്മ കമലയും അയാൾക്കടുത്തു തന്നെയുണ്ട്. രശ്മികയുടെ മുഖം വാടിയത് ശ്രദ്ധിച്ച മാതാപിതാക്കൾ രണ്ടുപേരും എഴുന്നേറ്റ് അവൾക്കടുത്തേക്ക് വന്നു. എന്താ മോളെ, എന്തുണ്ടായി? കമല ചോദിച്ചു. അമ്മേ, എന്നാ പിഴച്ചവളെ ഞാൻ സ്കൂളിൽ വെച്ച് കണ്ടിരുന്നു, രശ്മിക കവിൾ തടവിക്കൊണ്ട് പറഞ്ഞു. കമല കാര്യം മനസ്സിലാവാതെ ഭർത്താവിനെ നോക്കി. നീലിമ ചേച്ചിയെ കണ്ട കാര്യ നാത്തൂൻ ഉദ്ദേശിച്ചത്, അഞ്ജലി വ്യക്തമാക്കി. അത് കേട്ട് കമല ചോദിച്ചു. അവളെന്തിനാ അവിടെ വന്നത്? അവളുടെ മോൻ അവിടെയാണമ്മേ പഠിക്കുന്നത്, രശ്മിക പറഞ്ഞു. അപ്പോൾ അവൾ അച്ഛൻ ശിവദാസന്റെ അടുത്തേക്ക് നീങ്ങി. എന്നിട്ട് അവൾ വീണ്ടും പറഞ്ഞു. എന്നെ അവൾ വല്ലാതെ ഇൻസൾട്ട് ചെയ്തച്ചാ.
രശ്മികയുടെ വാടിയ മുഖവും സംസാരവും കേട്ട് ശിവദാസിന് നീലിമയോടുള്ള വെറുപ്പ് കൂടി. ഇവളെന്തിനാ നിന്നോട് വഴക്കിന് വരുന്നേ? അല്ല, അവളെ കണ്ടപ്പോൾ നിങ്ങൾ മിണ്ടാനെങ്കിലും ചെന്നോ? ശരിക്കും എന്താ ഉണ്ടായത്? ശിവദാസൻ ചോദിച്ചു. എനിക്കറിയില്ല. ഞങ്ങൾ അവളെ കണ്ടപ്പോൾ മാറിപ്പോവാൻ ശ്രമിച്ചതാ. പക്ഷേ അവൾ ഇങ്ങോട്ട് വന്ന് വഴക്കുണ്ടാക്കുകയായിരുന്നു. രശ്മിക കള്ളം പറഞ്ഞു. അഞ്ജലി അത് കേട്ട് രശ്മികയെ നോക്കി. ആ നീലിമ പാവായിരുന്നല്ലേ പണ്ടൊക്കെ. പിന്നെ എങ്ങനെയാണോ എന്തോ ഇങ്ങനെ ആയത്. എന്തായാലും മോള് വിഷമിക്കണ്ട, കമല രശ്മികയെ നോക്കി പറഞ്ഞു. അവളെ എനിക്കൊരു പാഠം പഠിപ്പിക്കണം. അച്ഛന് എന്തെങ്കിലും ചെയ്യാൻ പറ്റോ ഇതില്? രശ്മിക ചോദിച്ചു. നമുക്ക് നോക്കാം. നീ ആദ്യം പോയി ഡ്രസ്സൊക്കെ മാറ്റി വല്ലതും കഴിക്ക്, ശിവദാസൻ പറഞ്ഞു. രശ്മിക അത് കേട്ട് അകത്തേക്ക് പോയി. അപ്പോൾ അഞ്ജലി കമലയെ നോക്കി പറഞ്ഞു. അമ്മേ, എന്റെ ചേച്ചിക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. അവൾ എന്താ ഇപ്പൊ എല്ലാവരോടും ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. അഞ്ജലി പറഞ്ഞത് കേട്ട് കമല അവളുടെ അടുത്തേക്ക് വന്ന് മുടിയിൽ തടവി. അതിന് മോളെന്തിനാ സോറി പറയുന്നേ? മോളുവാ, അമ്മ ചായ എടുക്കാം. കമല അഞ്ജലിയെ അകത്തേക്ക് ക്ഷണിച്ചു. അത് കണ്ട് ശിവദാസൻ അവളെ നോക്കി പറഞ്ഞു. എന്നാലും മോളെ, നിന്റെ നല്ല സ്വഭാവം അവൾക്ക് കിട്ടിയില്ലല്ലോ. അതെന്താ അങ്ങനെ ആയിപ്പോയത്? ശിവദാസൻ പറഞ്ഞത് കേട്ട് അഞ്ജലി മനസ്സിൽ സന്തോഷിച്ചു. അപ്പോൾ ആദി അവിടേക്ക് വന്നു. അല്ല, ആരുടെ കാര്യ അച്ഛനീ പറയുന്നേ? അവൻ ചോദിച്ചു. ആ പെണ്ണില്ലേ, ആ നീലിമ, അവൾ ഇന്ന് രശ്മിയോട് വഴക്കിന് ചെന്നെന്നു ശിവദാസൻ പറഞ്ഞു. ആദിക്ക് അത് കേട്ടപ്പോൾ എന്തോ ബുദ്ധിമുട്ട് തോന്നി. പഴയ നീലിമയെ ആ വീട്ടുകാർക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ അവർ അവളെ വല്ലാതെ വെറുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സ്വഭാവം മാറാൻ മാത്രം നീലിമയ്ക്ക് ശരിക്കും എന്താവും പറ്റിയത്? ആദി മനസ്സിൽ ചോദിച്ചു. അപ്പോൾ അഞ്ജലി അവന്റെ മുഖം ശ്രദ്ധിച്ചു. ആദിയുടെ മുഖത്തെന്തൊരു വിഷമം? അഞ്ജലി ചോദിച്ചു. എന്ത് വിഷമം? നിനക്ക് തോന്നുന്നതാ. അച്ഛാ, എനിക്കിതിരി ജോലിയുണ്ട്, ഞാൻ മുറിയിൽ കാണും. ആദി മുറിയിലേക്ക് പോയി. ആദി നിക്ക്, ഞാനും വരുന്നു. അഞ്ജലി അവന് പിന്നാലെ ചെന്നു. അഞ്ജലി ആദിയുടെ കൈകളിൽ പിടിച്ചു. ആദി അപ്പോഴും നീലിമയെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. സിദ്ധാർത്ഥ ബിസിനസ് മീറ്റിംഗിന് ശേഷം ഹോട്ടൽ മുറിയിൽ തിരികെ എത്തി. അവനൊന്ന് കുളിച്ചിട്ട് ബെഡിൽ കിടന്നപ്പോൾ അവന് മല്ലികയുടെ ഫോൺ വന്നു. ബിസിനസ് ട്രിപ്പിലായിരിക്കുമ്പോൾ മല്ലിക വെറുതെ ഒരിക്കലും വിളിക്കാറില്ല. അതുകൊണ്ട് സിദ്ധാർത്ഥ വേഗം ഫോൺ എടുത്തു. ഹലോ, എന്താ മല്ലികാമേ? സിദ്ധാർത്ഥ ചോദിച്ചു. സിദ്ധുകുഞ്ഞെ, നീലിമ മോള് ഭയങ്കര വിഷമത്തിലാണ് ഇന്ന് സ്കൂളിൽ നിന്ന് വന്നത്, മല്ലിക പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് എഴുന്നേറ്റിരുന്നു. എന്തുപറ്റി? അവൻ ചോദിച്ചു. സ്കൂളിൽ ഇന്ന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മല്ലിക കാര്യങ്ങൾ ഓരോന്നായി സിദ്ധാർത്ഥിനോട് വിശദീകരിച്ചു. അഞ്ജലി വീണ്ടും നീലിമയെ വേദനിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. മല്ലിക ഫോൺ വെച്ചിട്ടും അവനും അഞ്ജലിയും കൂട്ടരെയും കൊല്ലാനുള്ള ദേഷ്യത്തോടെ അതേ ഇരിപ്പ് തുടർന്നു. നീലിമയെ ഒന്ന് വിളിക്കാൻ അപ്പോൾ സിദ്ധാർത്ഥിന് തോന്നി. അപ്പോഴേക്കും അവന് ബിസിനസ് സംബന്ധമായ അത്യാവശ്യ കോള് വന്നതുകൊണ്ട് വിളിക്കാൻ സമയം കിട്ടിയില്ല. നീലിമ വിഷമത്തിൽ തന്നെയായിരുന്നു. സമയം കടന്നുപോയി. രാത്രിയായിട്ടും അവൾ ബെഡിൽ തന്നെ കിടന്നു. മുത്തശ്ശി തറവാട്ടിലുണ്ടോ അതോ മാധവിയും വീട്ടിലുണ്ടോ എന്നാദ്യം അറിയണം. നീലിമ എഴുന്നേറ്റു. എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് ചെല്ലണമെന്നേ അവളുടെ മനസ്സിൽ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അശ്വിനെ മല്ലിക ഉറക്കിയിരുന്നു. അല്ലെങ്കിൽ അവൻ അവളെ രാത്രിയിൽ പോകാൻ സമ്മതിക്കില്ല. നീലിമ മുറിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിച്ചെന്നു. മല്ലിക ഹോളിൽ ഉണ്ടായിരുന്നു. മല്ലികാമേ, ഞാനൊന്ന് വീട് വരെ പോവാ, നീലിമ അവരെ നോക്കി പറഞ്ഞു. മല്ലിക അത് കേട്ട് അമ്പരപ്പോടെ അവളെ നോക്കി. മോൾ എന്തീ പറയുന്നത്? ആ വീട്ടിലേക്ക് തനിച്ചു പോവാനോ? ഞാൻ വിടില്ല നിന്നെ ഒറ്റയ്ക്ക്, മല്ലിക പറഞ്ഞു. എനിക്കിവിടെ ഇരുന്ന സമാധാനം കിട്ടില്ല മല്ലികാമേ, ഞാൻ ഉടനെ ഇങ്ങ് വരാം, നീലിമ പറഞ്ഞു. എന്നാലും മോളെ, നേരം കൊടുത്തിട്ട് പോയാ പോരെ? മല്ലിക ചോദിച്ചു. പോരാ, എന്റെ മുത്തശ്ശി അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയണം, അല്ലേ ഭ്രാന്ത് പിടിക്കും, നീലിമ പറഞ്ഞു. മല്ലിക പിന്നെ അവളെ തടയാൻ ശ്രമിച്ചില്ല. നീലിമ തീരുമാനം മാറ്റില്ലെന്ന് അവർക്ക് തോന്നി. നീലിമയെ തനിച്ചുവിടാൻ മല്ലികയ്ക്ക് മനസ്സ് വന്നില്ല. അവൾക്കൊപ്പം 2 ബോഡി ഗാർഡ്സിനെ കൂടി മല്ലിക അയച്ചു. കൂടാതെ അവർ സിദ്ധാർത്ഥിനെ വിളിച്ച് നീലിമ വീട്ടിലേക്ക് പോയ കാര്യവും അറിയിക്കുകയും ചെയ്തു. നീലിമ രാത്രി അവിടേക്ക് പോയത് സിദ്ധാർത്ഥിന് തീരെ ഇഷ്ടമായില്ല. അവൻ നീലിമയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയന്നു. സാധാരണ അവൻ അങ്ങനെ ആരുടെയും കാര്യത്തിൽ അത്രയധികം കാര്യങ്ങൾ ചിന്തിക്കുന്നതല്ല. പക്ഷേ നീലിമ ഇപ്പോ സിദ്ധാർത്ഥിന് ആരോ ഒരാളല്ലല്ലോ. നീലിമ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ നിന്നും കാറിൽ നേരെ മാധവിയും വീട്ടിലേക്ക് ചെന്നു. ബോഡി ഗാർഡ്സ് 2 പേരും കാറിൽ അവളുടെ പിൻസീറ്റിലായിരുന്നു. നീലിമയ്ക്ക് ഒപ്പം തന്നെ നിൽക്കാൻ അവർക്ക് സിദ്ധാർത്ഥിന്റെ നിർദ്ദേശവും ഉണ്ടായിരുന്നു. മാധവിയും വീട്ടിൽ നിന്ന് അല്പം മാറി ഒരിടത്ത് കാർ നിർത്തിയ ശേഷം അവൾ കാറിൽ നിന്നിറങ്ങി. ബോഡി ഗാർഡ്സ് 2 പേരും അവൾ പോകുന്നത് നോക്കി പിറകെ തന്നെ നിന്നു. നീലിമയെ ആക്രമിക്കാൻ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ശ്രമിച്ചാൽ ഇടപെടാൻ തയ്യാറായാണ് അവർ 2 പേരും നിൽക്കുന്നത്. നീലിമ മാധവീയത്തിന്റെ പ്രകിലേക്ക് നടന്നു. പിന്നാലെ ബോഡി ഗാർഡ്സും. നീലിമ കയ്യിലുള്ള ഹെയർപിൻ വെച്ച് വാതിലിന്റെ ലോക്ക് തുറക്കുന്നത് കണ്ട ബോഡി ഗാർഡിൽ ഒരുത്തൻ മറ്റേയാളോട് ചോദിച്ചു. മാഡത്തിന് ഇതിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ളത് പോലെയുണ്ടല്ലോ, എത്ര ഈസിയായാണ് അവർ ഡോറ് തുറന്നത്? അത് കേട്ട് മറ്റേ ബോഡി ഗാർഡ് ചിരിച്ചു. നീലിമ അപ്പോഴേക്കും അകത്തേക്ക് കയറിയിരുന്നു. വീട്ടിലെ CCTV ക്യാമറകളിൽ പെടാതെ അവൾ ഹോളിലേക്ക് ചെന്നു. താഴത്തെ നിലയിൽ പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. മുത്തശ്ശിയുടെ മുറിയും കൂടി നോക്കാമെന്ന് കരുതിയ നീലിമ അവിടേക്ക് നടന്നു. ആരോ വരുന്ന ശബ്ദം കേട്ട് അവൾ ഒരു അലമാരക്ക് പിന്നിൽ പതുങ്ങി. എന്റെ ദേവി, കാത്തോളണേ,
ഇതിന്റെ ഉള്ളിൽ അങ്ങനെ കുടുങ്ങിപ്പോയാ എല്ലാവരും കൂടി എന്നെ കൊല്ലാനും മടിക്കില്ല. നീലിമ മനസ്സിൽ പറഞ്ഞു. ഇരുട്ടിലൂടെ ആരോ അവളെ കടന്നുപോയി. അത് അഞ്ജലിയുടെ അമ്മയായിരിക്കുമെന്ന് നീലിമയ്ക്ക് തോന്നി. സത്യഭാമ ആ ഹാളിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നീലിമ മുകളിലേക്ക് കയറി. അവിടെയും മുത്തശ്ശി ഉണ്ടായിരുന്നില്ല. ആകെ വിഷമത്തിലായിരുന്ന നീലിമ ഇരുട്ടിൽ തന്നെ മറഞ്ഞു നിന്നപ്പോൾ ആരോ അവിടേക്ക് വരുന്നത് പോലെ വീണ്ടും തോന്നി. നീലിമ പിന്നെയും മുറിയുടെ മൂലയിലേക്ക് ഒതുങ്ങി നിന്നു. അല്ല അഞ്ജലി, നീ എന്താ അവിടെ ചെയ്യുന്നേ? അഞ്ജലിയോടമ്മ സത്യഭാമ ചോദിക്കുന്നത് നീലിമ ഇരുട്ടിൽ നിന്ന് കേട്ടു. അഞ്ജലി അപ്പോൾ അവിടേക്ക് വന്നു. ഒന്നുമില്ല അമ്മേ, ആ കിഴവെ കൊണ്ട് വലിയ ശല്യമായിട്ടുണ്ട്. അവരെന്നെ ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. ഒന്ന് കളഞ്ഞാലോന്നാ ഞാൻ ആലോചിക്കുന്നേ, അഞ്ജലി പറഞ്ഞു. അത് കേട്ട് നീലിമയ്ക്ക് ദേഷ്യം വന്നു. തന്റെ സാധുവായ മുത്തശ്ശിയെക്കുറിച്ചാണ് ഈ പൂതന പറയുന്നത്. ഇതിന് നിന്നെക്കൊണ്ട് ഞാൻ സമാധാനം പറയിപ്പിക്കും അഞ്ജലി. നീലിമ പറഞ്ഞു. ദേ അഞ്ജലി, കല്യാണം അടുത്ത സമയത്ത് അങ്ങനെയൊന്നും ചെയ്ത് പണി മേടിക്കാൻ നിൽക്കണ്ട. കിളവിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? സത്യഭാമ ചോദിച്ചു. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആ തള്ളയെ വെച്ച് ചില ലക്ഷ്യങ്ങൾ നേടാനുണ്ട്. അതുകൊണ്ട് മാത്രം കൊല്ലാത്തത്, അഞ്ജലി പറഞ്ഞു. തന്നെ അവിടേക്ക് വരുത്തുന്നത് മാത്രമാണ് അഞ്ജലിയുടെ ലക്ഷ്യമെന്ന് അത് കേട്ട നീലിമയ്ക്ക് മനസ്സിലായി. സത്യഭാമയും അഞ്ജലിയും ഹാളിൽ നിന്ന് പോയപ്പോൾ നീലിമ ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. മുത്തശ്ശി ആ വീട്ടിലില്ലെന്ന് നീലിമ വിചാരിച്ചു. ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ അവരെ കാണാൻ ശ്രമിക്കുന്നത് അപകടമാണ്. താൻ പിറന്നാളിന് വന്നില്ലെങ്കിൽ മാത്രമേ അഞ്ജലി മാധവിയെ ഉപദ്രവിക്കൂ എന്നും നീലിമ മനസ്സിലാക്കി. അവിടെ നിന്നും എത്രയും വേഗം ഇനി പുറത്തു കടക്കണം. നീലിമ ഉടനെ അവിടെ നിന്നും പടികൾ ഇറങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് കാല് തെന്നി അവൾ നിലത്തേക്ക് വീണു. വീഴുമ്പോൾ കൈ തട്ടൊരു ഫ്ലവർ ബേസ് താഴേക്ക് വീണു. അവളുടെ കയ്യിലും കാലിലും മുറിവുണ്ടായി. ശബ്ദം കേട്ട് ആരെങ്കിലും പുറത്തേക്ക് വരുവാണെന്ന് പേടിച്ച നീലിമ മുറിവൊന്നും കാര്യമാക്കാതെ അവിടെ നിന്നും ഇറങ്ങി കാറിലേക്ക് കയറി. ബോഡി ഗാർഡ്സും കൂടെ കയറി. മുറിവുമായി വന്ന നീലിമയോട് ബോഡി ഗാർഡ്സ് എന്നാൽ ചോദിക്കുന്നതിന് മുന്നേ അവൾ കാർ മുന്നോട്ടെടുത്തു കഴിഞ്ഞിരുന്നു. വീട്ടിലെത്തിയ നീലിമ ഹാളിൽ ചെന്നിരുന്ന് മുറിവ് ഡെറ്റോൾ വെച്ച് തുടക്കുകയായിരുന്നു. മല്ലിക മുറിവ് ശ്രദ്ധിച്ചിരുന്നില്ല. നീലിമ അവരോട് ആ കാര്യം പറഞ്ഞിരുന്നുമില്ല. നീലിമയ്ക്ക് പൊതുവെ വേദനകൾ സഹിച്ച് നല്ല ശീലമാണ്. അവൾ ഹോസ്പിറ്റലിൽ പോവാനൊന്നും താല്പര്യമില്ലാത്ത കൂട്ടത്തിലുമാണ്. മുറിവ് ഡെറ്റോൾ കൊണ്ട് തുടച്ച ശേഷം നീലിമ മരുന്ന് വെക്കാൻ തുടങ്ങി. മുറിവ് വല്ലാതെ നീറുന്നുണ്ടായിരുന്നു. വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എങ്ങനെയാണോ മരുന്ന് വെക്കുന്നത്? ആരോ പിന്നിൽ നിന്ന് ചോദിച്ചു. അത് സിദ്ധാർത്ഥിന്റെ ശബ്ദമായിരുന്നു. ചോദ്യം കേട്ട നീലിമ അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കി. അവൾക്ക് പിന്നിൽ സിദ്ധാർത്ഥ് നിൽക്കുന്നുണ്ടായിരുന്നു.